റീസെന്റ് വന്നൊരു വാർത്ത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ എന്ന സ്ഥലത്ത് സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്ന ടൈമിലാണ് അവിടെ വലിയൊരു ഗർത്തം ഉള്ളതായിട്ട് കാണാൻ പറ്റിയത്. വീട് പണി കംപ്ലീറ്റ് ആവുന്ന ടൈം എന്നൊക്കെ പറയുമ്പോൾ ക്ലയന്റ് മൊത്തത്തോടെ ഫൈനാൻഷ്യലി ടൈറ്റ് ആവുന്ന ഒരു ടൈമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ന്യൂസ് ആ ഒരു പ്ലോട്ടിൽ വരുമ്പോൾ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക. നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് ജീവിതകാലം മൊത്തം താമസിക്കാനുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ നമ്മൾ പണിയുന്ന ആ ഒരു വീടിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് വീട് പണിയുമ്പോൾ അതിന് താഴത്തെ മണ്ണിന്റെ അടിയിലെ ലെയേഴ്സ് എങ്ങനെയാവുന്നത് നമുക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. അത് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് വഴിയാണ്. വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള പ്ലോട്ട് ഫൈനലൈസ് ആയ ഉടനെ തന്നെ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോയിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വരുന്ന ടൈമിൽ ഇൻ പാരലൽ ആയിട്ട് നമുക്ക് ആർക്കിടെക്ചറൽ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. വൺസ് സോയിൽ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഭൂമിയുടെ അടിയിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു സൊല്യൂഷൻ സോയിൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് ഇതുപോലുള്ള ഡിസാസ്റ്റേഴ്സ് ഒഴിവാക്കാനും സാധിക്കും.